ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം PSC. നിസാമാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പെടക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ടാണ്. 13/8/2024 നടന്നിട്ടുള്ള LD ടൈപ്പിസ്റ്റിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന് നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഷി ആസ്ക്ഡ് മീ ഡാഷ് ഇഫ് ഐ നീഡഡ് ലഞ്ച് ഡു യു കം വിത്ത് മീ ഡസ് ഷീ വിസിറ്റ് ദിസ് പ്ലേസ് ഓഫൻ ഡു യു ലൈക്ക് പീസ. ഇത് കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഷീ ആസ്ക്ഡ് മീ എന്ന് കാണുമ്പോൾ നമ്മൾ എവിടെയാണ് അത് കണ്ടിട്ടുള്ളത്? നമ്മൾ റിപ്പോർട്ടിംഗ് സ്പീച്ചിലാണ് അത് കണ്ടിട്ടുള്ളത്, അല്ലേ? ഷീ ആസ്ക്ഡ് മീ. അപ്പോൾ ഇതൊരു റിപ്പോർട്ടിംഗ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മളവിടെ പല കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, WH ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. WH ക്വസ്റ്റ്യൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ അതിൽ ഓക്സിലറി ഒഴിവാക്കിയിട്ട് ഓക്സിലറിക്ക് പകരം നമ്മൾ റിപ്പോർട്ടഡ് ക്ലോസും റിപ്പോർട്ടിംഗ് ക്ലോസും കണക്ട് ചെയ്യുന്നത് ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? യെസ്, ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുകയല്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിവിടെ ആൻസർ കിട്ടും. ആകെ ഇഫ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താണ് ആൻസർ വരിക? ഇഫ് ഐ നീഡഡ് ലഞ്ച്. ഇഫ് ഐ നീഡഡ് ലഞ്ച്, ഡു യു നീഡ് ലഞ്ച് എന്ന് അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഷി ആസ്ക്ഡ് മീ ഇഫ് ഐ നീഡഡ് ലഞ്ച്. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നേരെ എന്താണ്, റിപ്പോർട്ട് ചെയ്യണോ അല്ലേ എന്നൊന്നും നമ്മളോട് ചോദിക്കില്ല. ഡയറക്റ്റ് ആ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ആദ്യത്തെ റിപ്പോർട്ടഡ് ക്ലോസ് നമുക്ക് തന്നിട്ട് ബാക്കി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു സാധനം അതിലുണ്ടാവില്ല. ബട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയെടുക്കണം, അത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്നും ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ ഷി ആസ്ക്ഡ് മീ ഇഫ് ഐ നീഡഡ് ലഞ്ച്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകണം. ബൈ ദി ടൈം വി റീച്ച്ഡ് ഹോം ദ തീഫ് ഡാഷ് ദ സ്പോട്ട്. ഒരു ടെൻസിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എന്ത് വരും? ലീവ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഹാഡ് ലെഫ്റ്റ് ഉണ്ട്. യെസ്, നമുക്കറിയാം എന്താണ് ഹാഡ് ലെഫ്റ്റ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യനിലെ കീവേഡ് എന്ന് പറയുന്നത് ബൈ ദ ടൈം എന്ന് പറഞ്ഞതാണ് കേട്ടോ. ബൈ ദ ടൈം, ഞങ്ങൾ എത്തിയപ്പോഴേക്കും കള്ളൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ആ ഒരു ആക്ടിവിറ്റിയെ കള്ളൻ പോകുന്ന ആക്ടിവിറ്റി വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം നടന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് കള്ളൻ പോവുക എന്നുള്ളതാണ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും എന്നുള്ള സാധനം, എത്തിയപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുള്ള ബൈ ദ ടൈം എന്നുള്ള സാധനം എന്താക്കുന്നുണ്ട്? ആ ആക്ടിവിറ്റിയെ കള്ളൻ പോകുന്നതിന് ശേഷം നടന്നിട്ടുള്ള ആക്ടിവിറ്റി ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ്, രണ്ട് ആക്ടിവിറ്റി പാസ്റ്റിൽ നടക്കുന്ന, ഒരു ആക്ടിവിറ്റി മുന്നേ നടക്കുന്ന ആക്ടിവിറ്റിക്ക് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കണം. സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ ബൈ ദ ടൈം എന്ന് പറഞ്ഞ കീവേഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ബൈ ദ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ കൂടെ നമ്മൾ കൊടുത്തത് V2 ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. എന്നാൽ അതിന് ശേഷമുള്ളതിന്റെ കൂടെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളോട് രണ്ട് രീതിയിലും ചോദിക്കാം. ഈ റീച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർബ് അവിടെ ഒഴിവാക്കിയിട്ട് ബ്ലാങ്ക് കൊടുത്തിട്ട് നമ്മളോട് കണ്ടെത്താൻ പറയായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ആദ്യം നടന്ന ആക്ടിവിറ്റിക്ക് മാത്രമാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കുന്നത്. രണ്ടാമത് നടന്ന ആക്ടിവിറ്റിക്ക് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ബൈ ദ ടൈമിന് പകരം ഇവിടെ നമുക്ക് ബിഫോർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൂടെ വരാം. ഞങ്ങൾ വരുന്നതിന് മുന്നേ കള്ളൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. മുന്നേ എന്നാകുമ്പോൾ എന്താണ്, കള്ളൻ പോവുക എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ആദ്യം നടക്കുന്ന ആക്ടിവിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കണം. ബിഫോർ വരുന്ന സാധനത്തിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? സിമ്പിൾ പാസ്റ്റ് റീച്ച്ഡ് എന്ന് കൊടുക്കണം. ദെൻ ഒരു കീവേഡ് കൂടെ ഉണ്ട്, ഓൾറെഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് കൂടെ ഉണ്ട്. ഓൾറെഡി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൂടെ നിങ്ങൾ ടെൻസ് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം. ബൈ ദ ടൈം ശ്രദ്ധിക്കണം, ബിഫോർ ശ്രദ്ധിക്കണം, അതിന്റെ കൂടെ ഓൾറെഡി എവിടെ വരിക? ഓൾറെഡി അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓൾറെഡി എന്ന് പറയുമ്പോൾ ആ പറയുന്ന കാര്യം നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡിയുടെ കൂടെ നമ്മൾ
ഹാഡ് പ്ലസ് V3 ആ കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓൾറെഡി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? വെൻ വി റീച്ച്ഡ്, നമുക്ക് ഒന്ന് മാറ്റി എഴുതി നോക്കാം കേട്ടോ. സെന്റൻസ് ഇങ്ങനെയായിരിക്കും വരിക. വെൻ വി റീച്ച്ഡ് ദ thief had already left the spot. അങ്ങനെ വരും. അപ്പം ഓൾറെഡി വരുമ്പോൾ സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ആയിട്ട് വരും. വെൻ വി റീച്ച്, ഇവിടെ നമുക്ക് ബൈ ദ ടൈമും ബിഫോർ ഒന്നും വേണ്ട, കാരണം ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ബിഫോറും ബൈ ദ ടൈമും വേണ്ട. അപ്പോൾ ഈ മൂന്ന് കീവേഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ബൈ ദ ടൈം, ബിഫോർ ആൻഡ് ഓൾറെഡി. ബൈ ദ ടൈം, അതിൻ്റെ കൂടെ ബിഫോറിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആ കൊടുക്കുക. ഓൾറെഡിയുടെ കൂടെ എന്താണ്, നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കൊടുക്കുക. ആ രണ്ടിൻ്റെയും സെന്റൻസിന്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകും. രമേഷ് ഈസ് ഡാഷ് MBA ഗ്രാജുവേറ്റ്. എം എന്നുള്ളത് അല്ലേ, MBA എന്നുള്ളത് എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എം ഒരു കോൺസ്റ്റന്റ് ലെറ്റർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? എ കൊടുക്കണോ? യെസ്. അതല്ല, MBA ഒരു അബ്രിവിയേഷൻ ആണെന്ന് അറിയാം. അതിനെ നമ്മൾ എങ്ങനെയാ പറയാ? MBA. എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എം എന്നാണ് പറയാ അല്ലെ. MBA. മങ്കി എന്ന് പറയുന്ന പോലെ മങ്കി മാ സൗണ്ട് അല്ല വരുന്നത്, A സൗണ്ട് ആദ്യം വരുന്നത് അല്ലെ. A സൗണ്ട് ആണ്. A സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ വവൽ സൗണ്ട്. വവൽ സൗണ്ട് വരുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ആൻ കൊടുക്കണം. യെസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? രമേഷ് ഇസ് എൻ MBA സ്റ്റുഡൻറ്. അതുപോലെ ഒരുപാട് ഇതുണ്ട്. അബ്രിവിയേഷൻ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം എങ്ങനെയാണ് ആ ലെറ്റർ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, NCC cadet, ഒരു NCC cadet ഉണ്ട്. FIR, അതുപോലെ ഒരുപാട് സാധനം. NBBS സ്റ്റുഡൻറ്, MBBS സ്റ്റുഡൻറ്, MBBS സ്റ്റുഡൻറ്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക എങ്ങനെയാണ് അബ്രിവിയേഷനിലെ ആദ്യ ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്നത്. എഫ് ആണ്. A സൗണ്ട് ആണ്. MBBS M സൗണ്ട് ആണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം വവൽ സൗണ്ടിലാണ് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ആൻ ആണ് കൊടുക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. His explanation was so complicated that only dash students responded to his queries in the interactive session. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് കുട്ടികൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്ത് നൗൺ ആണ് എന്നുള്ള. നമുക്ക് ഒരു സ്റ്റുഡൻറ്, 2 സ്റ്റുഡൻറ്, 3 സ്റ്റുഡൻറ്, 4 സ്റ്റുഡൻറ് നമുക്ക് എണ്ണാൻ പറ്റില്ലേ. കൗണ്ട് നൗൺ ആണ്. കൗണ്ട് നൗൺ ആണ്. കൗണ്ട് നൗണിന്റെ കൂടെ നമ്മൾ എന്താ കൊടുക്കുക? ലിറ്റിൽ കൊടുക്കുവോ? ഇല്ല. FU മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. FU സ്റ്റുഡൻറ്, ഫ്യൂ അല്ലെങ്കിൽ വെറും ഫ്യൂ. FU വ്യൂ. സോ ഇത്രയും കാര്യങ്ങളെ നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. ലിറ്റിൽ നമ്മൾ എന്തിൻ്റെ കൂടെ കൊടുക്കുക? ലിറ്റിൽ സാധനങ്ങൾ കൊടുക്കുക അൺകൗണ്ട് നൗണിന്റെ കൂടെയാണ് നമ്മൾ കൊടുക്കുക. അത് കൃത്യമായിട്ട് ഓർക്കുക. ഫ്യൂ നമ്മൾ കൗണ്ടബിൾ നൗണിന്റെയും ലിറ്റിൽ സാധനങ്ങൾ നമ്മൾ അൺകൗണ്ട് നൗണിന്റെ കൂടെയാണ് കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ ഹിസ് explanation was so complicated that only a few students responded to his queries in the interactive session. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. Put the phrase in the correct order to unscramble the sentence. ഒരു സെന്റൻസിന്റെ 3 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഓർഡർ ആക്കിയിട്ട് ഒരു കറക്റ്റ് ഗ്രാമാറ്റിക്കൽ ഓർഡറിൽ ആ സെന്റൻസ് നമുക്ക് കിട്ടണം. അതാണ് ചോദ്യം. The most interesting movies I have ever seen. This is one of. എങ്ങനെ വരും? This is one of the most interesting movies I have ever seen. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസിലെ ഒരു മൂവിയാണ് ഈ മൂവി എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ this is one of. C ആദ്യം വരണം. A, the most interesting movies. Then B, I have ever seen. നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. The publisher told me that my mistake wouldn't be a problem in the future. I thought he was very kind, but later I realized that he was giving me a left-handed compliment.
ഇവിടെ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇൻസൾട്ടിങ് റിമാർക്ക്, അപ്രൂവൽ, എൻകറേജ്മെന്റ്. നോക്കൂ നിങ്ങൾ, ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. കാരണം പോസിറ്റീവ് ഫീഡ്ബാക്ക്, അപ്രൂവൽ, എൻകറേജ്മെന്റ്, ഇതിന് മൂന്നിനും ഏകദേശം സിമിലർ മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഇൻസൾട്ടിങ് റിമാർക്ക് മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് കടത്താം. അപ്പം ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇൻസൾട്ടിങ് റിമാർക്ക് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയറിനെ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതാണ്. 4 ഓപ്ഷൻ ഉണ്ട്. ഒരു 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡെബക്കിൾ, ഹോളോകോസ്റ്റ്, മാലഡി ആൻഡ് നെമസിസ്. ഇവിടെ ആൻസർ വരുന്നത് ഡെബക്കിൾ ആട്ടോ. ഡെബക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധനം പെട്ടെന്ന് എന്താണ് ഫെയിൽ ആവുക. അതിൻ്റെ സിനോണിമായിട്ട് നമുക്ക് ഫിയാസ്കോ എന്ന് പറയട്ടെ. ഈ വേർഡ് പഠിക്കണേ, ഫിയാസ്കോ. ഫിയാസ്കോ. ഇഫ് സംതിങ് എൻഡ്സ് ഇൻ എ ഫിയാസ്കോ, ഇഫ് സംതിങ് എൻഡ്സ് ഇൻ എ ഫിയാസ്കോ, ആ സാധനം എന്താണ് കംപ്ലീറ്റ്ലി ഫെയിൽ ആവുകയാണ്. അപ്പോൾ ഫിയാസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഓർത്തിരിക്കുക. ഡെബക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്. സഡൻ കംപ്ലീറ്റ് ഫെയിലിയറിനാണ് നമ്മൾ ഡെബക്കിൾ അല്ലെങ്കിൽ ഫിയാസ്കോ എന്ന് പറയുന്നത്. ദെൻ ഹോളോകോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു കൂട്ടം ആളുകളെ നമ്മൾ ഒരുമിച്ച് നിന്ന് കൊല്ലുകയാണ്. മാസ് കില്ലിങ്ങിന് നമുക്ക് ഹോളോകോസ്റ്റ് എന്ന് പറയാം. നമുക്ക് അതിന് സിനോണിമായിട്ട് മാസക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് യൂസ് ചെയ്യട്ടോ, മാസക്കർ. അതുപോലെ മാസ് ഡിസ്ട്രക്ഷന് നമുക്ക് ഹോളോകോസ്റ്റ് എന്ന് പറയാം. അത് ഓർത്തിരിക്കും. ദെൻ മാലഡി എന്ന് പറഞ്ഞ ഒരു രോഗം എന്നുള്ള അർത്ഥത്തിൽ ഒരു ഡിസീസ് ആണ് മാലഡി. അത് ഓർത്തിരിക്കുക. ദെൻ നെമസിസ്. നെമസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ നെമസിസ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് പറയാം? ഇഫ് സംബഡി ഈസ് മൈ നെമസിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളെ തോൽപ്പിക്കാൻ പറ്റില്ല. എനിക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ എൻ്റെ നെമസിസ് എന്ന് എനിക്ക് പറയാം. അപ്പോൾ നെമസിസ് ഓർത്തിരിക്കുക. സംതിങ് ദാറ്റ് യു കൻ നോട്ട് ഡിഫീറ്റ്, അതാണ് നെമസിസ് വരുന്നത്. ഇനി നെമസിസിന്റെ പ്ലൂരൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം SIS-ലാണ് അവസാനിക്കുന്നത്. SIS-ൽ അവസാനിക്കുന്നത് കൊണ്ട് അതിന്റെ പ്ലൂരൽ നമ്മൾ അവസാനം SES എന്ന് കൊടുത്തിട്ട് നെമസീസ് എന്ന് കൊടുക്കും കേട്ടോ. നെമസീസ് എന്ന് കൊടുത്താൽ നമുക്ക് അതിന്റെ പ്ലൂരലായി. സോ ഡെബക്കിൾ ഓർത്തിരിക്കുക, ഫിയാസ്കോ, ഹോളോകോസ്റ്റ്, മാസക്കർ ഓർത്തിരിക്കുക. മാലഡി എന്ന് പറഞ്ഞാൽ ഡിസീസ് ആണ്. നെമസിസ്, നെമസീസ്, സംതിങ് അല്ലെങ്കിൽ സംവൺ യു കനോട്ട് ഡിഫീറ്റ്, നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാൾ, അയാളെയാണ് നമ്മൾ നെമസിസ്. അതിൻ്റെ പ്ലൂരലാണ് നെമസീസ് എന്ന് പറയുന്നത് കേട്ടോ. SIS-ലാണ് അവസാനിക്കുന്നത് കൊണ്ട് SES കൊടുക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. ഫൈൻഡ് ദ വേർഡ് വിച്ച് ഈസ് സിനോണിം ഓഫ് ക്ലീഷേ. ക്ലീഷയുടെ സിനോണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയില്ല അത് ഭയങ്കര ക്ലീഷയാണെന്ന്. ക്ലീഷേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിച്ച് ഒരുപാട് നേരം ഉപയോഗിച്ചിട്ട് പഴകിയതായിട്ടുള്ള, നോട്ട് ഒറിജിനൽ, നോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ ക്ലീഷേ എന്ന് പറയുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റീരിയോടൈപ്പ്, നോവൽറ്റി, ക്രിയേറ്റീവ് ആൻഡ് ഒറിജിനൽ. ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് സ്റ്റീരിയോടൈപ്പ് ആണ്. സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള, സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് ഐഡിയാസിനെയാണ് നമ്മൾ സെറ്റ് ഐഡിയാസ് അബൌട്ട് സംതിങ് അല്ലെങ്കിൽ സംവൺ, സെറ്റ് ഐഡിയാസ് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, സ്ത്രീകൾ വീക്കാണ് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സ്റ്റീരിയോടൈപ്പാണ്. സെക്ഷൽ സ്റ്റീരിയോടൈപ്പാണ്. അതുപോലെ റേഷ്യൽ സ്റ്റീരിയോടൈപ്സുകളുണ്ട്. അപ്പം നേരത്തെ എന്താണ്, അത് ശരിയാവണമെന്നൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് എ സെറ്റ് ഐഡിയ, നേരത്തെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐഡിയാസ്. അപ്പം നമുക്ക് അതായിട്ട് എന്താണ് ക്ലീഷയുടെ സിനോണിമായിട്ട് നമുക്ക് കൊടുക്കാം. അടുത്തതാണ് നോവൽറ്റി. നോവൽറ്റി എന്ന് പറയുമ്പോൾ നൗണാണ്. അതിൻ്റെ അഡ്ജക്റ്റീവ് വരുന്നത് നോവലാണ്. നോവൽ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ, ന്യൂ. അപ്പം നോവൽറ്റി എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ന്യൂ, അതാണ് നോവൽറ്റി എന്ന് പറഞ്ഞ നൗണ്. ക്രിയേറ്റീവ്, ഒറിജിനൽ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അത് നമ്മൾ പറയുന്നില്ല. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട 2 വാക്കുകളാണ്. സ്റ്റീരിയോടൈപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്, സെറ്റ് ഐഡിയാസ് ആണ് അബൌട്ട് സംവൺ ഓർ സംതിങ് വിച്ച് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. അത്ര ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നോവൽറ്റി, ന്യൂ, നോവൽ, ഈ സാധനങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. നെഗ്ലിജൻസ് ഫ്രം ദ പാരന്റ്സ് കോസസ് ദ ചിൽഡ്രൻസ് ടു ലുക്ക് ഡാഷ് അഫെക്ഷൻ എൽസ്വെയർ അറ്റ് ഇൻ വിത്ത് ഫോർ. സോ ഇവിടെ നമ്മൾ ലുക്കിന്റെ ഫ്രേസൽ വെർബ് കണ്ടുപിടിക്കാൻ. നെഗ്ലിജൻസ് ഉണ്ട്, കുട്ടികളെ അവഗണിക്കുന്നുണ്ട് പാരന്റ്സ്. അങ്ങനെ അവഗണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കുട്ടികൾ അഫെക്ഷൻ, സ്നേഹം വേറെ സ്ഥലത്തേക്ക് പോയി തേടാൻ പോലെ. സോ വേറെ സ്ഥലത്ത് നിന്ന് സെർച്ച് ചെയ്യാം, വേറെ സ്ഥലത്ത് നിന്ന് സെർച്ച് ചെയ്യണം. അതിന് നമ്മൾ ലുക്ക് ഫോർ എന്നാ പറയുക കേട്ടോ. ലുക്ക് ഫോർ അഫെക്ഷൻ എൽസ്വെയർ. ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ നെഗ്ലിജൻസ്,
അതിന്റെ അഡ്ജക്റ്റീവ് വരുന്നത് നെഗ്ലിജന്റ് ആണ് കേട്ടോ. നെഗ്ലിജന്റ് എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, കെയർലെസ് ആയിട്ടിരിക്കുന്നതിനാണ് നമ്മൾ നെഗ്ലിജന്റ് എന്ന് പറയുന്നത്, അതിന്റെ അഡ്ജക്റ്റീവ്. ദെൻ ഇതിന്റെ കൂടെ നിങ്ങൾ വെച്ച് പഠിക്കാൻ പോകുന്നതാണ് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞ വാക്ക്. നെഗ്ലിജന്റും നെഗ്ലിജിബിളും കൺഫ്യൂസിങ് വേർഡ്സിൽ വരുന്ന രണ്ട് വാക്കുകളാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നെഗ്ലിജന്റ് എന്ന് പറഞ്ഞാൽ കെയർലെസ് ആണ്. നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ ടു ലിറ്റിൽ ടു കൺസിഡർ. നമുക്ക് എന്ത് പറയാം? തുച്ഛമാണ്. ദ ലോസ് ഈസ് നെഗ്ലിജിബിൾ. നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ടു ലിറ്റിൽ. അതിനെയാണ് നമ്മൾ നെഗ്ലിജിബിൾ എന്ന് പറയുന്നത്. സോ നെഗ്ലിജന്റും നെഗ്ലിജിബിളും ആ രണ്ടിൻ്റെയും ആ ഡിസ്റ്റിങ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഇവിടെയുള്ളത് ലുക്ക് ഫോർ, സെർച്ച് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ലുക്ക് ഫോർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത നോക്കൂ നിങ്ങൾ, മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ. ഇവിടെ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? എൻ്റെ ബ്ലഡ് എന്താണ്? മൂണിനെ പോലെ അല്ലേ? യെസ്. ഇവിടെ നോക്കണം നിങ്ങൾ, ലൈക്ക് എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്നിട്ടുണ്ട്. രണ്ട് സാധനത്തെ ഇവിടെ കമ്പയർ ചെയ്യാണ് അല്ലേ? എൻ്റെ ബ്ലഡ്, മൂൺ, രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാണ്. രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സിമിലി എന്നാ പറയാം കേട്ടോ. സിമിലി. ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹീസ് ലൈക്ക് ദുൽഖർ ഇൻ ആക്ടിങ് എന്ന് പറയാം. ദുൽഖറിനെ പോലെയാണ് ആക്ടിങ്ങിൽ. അപ്പോൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് സിമിലിയാണ്. ഇനി നമ്മൾ ലൈക്ക് ഉപയോഗിക്കുന്നില്ല, ആസ് ഉപയോഗിക്കുന്നില്ല, പകരം നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ മെറ്റഫർ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. ഇവിടെ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്യുന്നത്. വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അത് സിമിലിയും, വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അത് മെറ്റഫറാണ്. രണ്ടും കമ്പയർ ചെയ്യുകയാണ്. രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയാണ്. സിമിലിയിൽ ആസ് ഉണ്ടാകും, ലൈക്ക് ഉണ്ടാകും. എന്നാൽ മെറ്റഫറിൽ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവില്ല. പകരം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയും ദ ലൈഫ് ഈസ് എ ജേർണി. ലൈഫ് ഒരു ജേർണിയാണ്. യെസ്, ലൈഫിനെയും ജേർണിയും കമ്പയർ ചെയ്തിട്ടുണ്ട്. ദർ ഇസ് നോ ലൈക്ക്, നോ ആസ്. അത് ഓർത്തിരിക്കും കേട്ടോ. ദെൻ പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ആക്കി മാറ്റുക. നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഹ്യൂമൻ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഫ്ലവേഴ്സ് ഡാൻസ്ഡ്. പൂക്കൾ ഡാൻസ് ചെയ്തു. ദ വിൻഡ് വിസ്പേർഡ് ത്രൂ ദ ലീവ്സ്. വിൻഡ് വിസ്പർ ചെയ്തു. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ഡാൻസ് എന്ന് കൊടുക്കാം. ഫ്ലവേഴ്സ് ഡാൻസ്ഡ്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. സോ മെറ്റഫർ എന്താണെന്ന് കണ്ടു, സിമിലി എന്താണ് കണ്ടു. ദെൻ അടുത്ത് നോക്കൂ നിങ്ങൾ, ഓക്സിമറൻ ആണ് കൊടുത്തത്. ഓക്സിമറൻ എന്ന് പറയുമ്പോൾ മക്കളെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസിനെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒറിജിനൽ കോപ്പി, അല്ലെങ്കിൽ നമുക്ക് പറയാം ബിറ്റർ സ്വീറ്റ്. ബിറ്റർ എന്ന് പറഞ്ഞതും സ്വീറ്റ് എന്ന് പറഞ്ഞതും എന്താണ്? കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് ആണ്, ഒപ്പോസിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. അപ്പോൾ അതിനെ രണ്ടിനെയും നമ്മൾ എന്താക്കി? ഒരുമിച്ച് കൊണ്ടുപോയി ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയണം. ഒറിജിനൽ കോപ്പി, ബിറ്റർ സ്വീറ്റ്, ഓപ്പൺ സീക്രട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക നിങ്ങൾ. ഇതൊക്കെ നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ്, പോയറ്റിക് ഡിവൈസസ് ആണ്. ആദ്യത്തത് മെറ്റഫർ, രണ്ടാമത്തത് സിമിലി. മെറ്റഫർ എന്ന് പറഞ്ഞാൽ, സിമിലി എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ആണ്. മെറ്റഫറിൽ നമ്മൾ ലൈക്കും മാസ് ഉണ്ടാവില്ല. സിമിലിയിൽ ലൈക്കും മാസ് ഉണ്ടാവും കമ്പയർ ചെയ്യുമ്പോൾ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ആക്കി മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ക്വാളിറ്റീസ്, ഡാൻസ് ചെയ്യുക, വിസ്പർ ചെയ്യുക, സിങ് ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ഓക്സിമറൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഒപ്പോസിംഗ് ആയിട്ടുള്ള ഐഡിയാസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് നമ്മൾ ഓക്സിമറൻ എന്നും കൂടെ പറയും. അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകണം. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഇവിടുത്തെ പലർക്കും ആൻസർ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിറ്റ്വീൻ യു ആൻഡ് മീ everything is a mystery. Between you and I, everything is a mystery. Between I and you, everything is a mystery. Between you and he, everything is a mystery.
ഓർത്തിരിക്കേണ്ട കാര്യം മക്കളെ, ഇവിടെ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ് ഓർഡർ ഓഫ് പ്രോനൗൺ ആണ്. നമുക്ക് പ്രോനൗണുകൾ ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട് എന്നറിയാം. നോർമലി സിംഗുലർ ആകുമ്പോൾ നമ്മൾ 2 3 1, പ്ലൂറൽ ആകുമ്പോൾ 1 2 3, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് ആക്ച്വലി എന്തിനാണ്? ഒരു പൊളൈറ്റ് ആയി യൂസ് ചെയ്യുക, ഓർഡർ ഓഫ് പൊളൈറ്റ്നെസ് ആണ്. അതായത് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മൂന്നാമത്തെ ഒരാളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ അയാൾ വരുന്നില്ല. സോ ഞാൻ ആദ്യം തന്നെ ഞാനും നീയും അവനും എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു പൊളൈറ്റ്നെസ്സിന്റെ കുറവുണ്ട്. കാരണം ഞാൻ എന്ന് ആദ്യം പറയാണ്, ഞാൻ എന്ന് ആദ്യം പറയുമ്പോൾ എന്താണ്, ഒരു പൊളൈറ്റ്നെസ്സിന്റെ കുറവാണ് അല്ലെ, സെൽഫിഷ് എന്നുള്ള രീതിയിൽ എടുക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, നീയും പിന്നെ എന്നെ പറയുന്നില്ല, അവനും ഞാനും കൂടെ നാളെ യാത്ര പോകാം. അപ്പൊ അവിടെ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് പൊളൈറ്റ്നെസ് ആണ്. ദെൻ പ്ലൂരൽ വരുമ്പോൾ നമ്മൾ ആദ്യം 1 2 3 എന്നുള്ളതില്ല, ഞങ്ങൾ അല്ലേ. കാരണം ഞാൻ മാത്രമല്ല, ഗ്രൂപ്പിലെ ആളുകളെ കൂടെ ഉണ്ട്. അപ്പൊ അവരെ കൂടെ എനിക്ക് ആദ്യം കൺസിഡർ ചെയ്യണം. എൻ്റെ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്തിട്ടല്ലേ ഞാൻ അടുത്ത ഗ്രൂപ്പിലോട്ട് പോവാം. സോ എൻ്റെ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യും, ദെൻ നിന്റെ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യും, ദെൻ മൂന്നാമത്തെ ഒരാളുടെ ഗ്രൂപ്പിനെ. വി യു ദേ ഈ സാധനം നമ്മൾ യൂസ് ചെയ്യും. ദെൻ എന്തെങ്കിലും ക്രൈം അല്ലെങ്കിൽ പണിഷ്മെന്റ്, റിഗ്രറ്റ് ഈ സാധനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെയും നമ്മൾ 1 2 3 ആണ്. അതും ഒരു പൊളൈറ്റ്നെസിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ റെസ്പോൺസിബിലിറ്റി ആദ്യം ഞാനാണ് ഏറ്റെടുക്കുക അല്ലേ, അല്ലാതെ നീയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ റെസ്പോൺസിബിലിറ്റി തരില്ല. ഞാനും നീയും അവനും കൂടെയാണ് റെസ്പോൺസിബിൾ. ഐ യു ആൻഡ് ഷീ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡിസ്ട്രക്ഷൻ. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഓർഡർ ഓഫ് പ്രോനൗൺ എന്ന് പറയുന്നത് പൊളൈറ്റ്നെസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സോ അത് നമുക്ക് യൂസ് ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വരുന്നത്? ഇവിടെ പ്രശ്നം വരുന്നത് നമുക്കറിയാം, ഇവിടെ യു ഉണ്ട്, മീ ഉണ്ട്, യു ഉണ്ട്, ഐ ഉണ്ട്, യു ഉണ്ട്, യു ഉണ്ട്, ഹി ഉണ്ട്. നമ്മൾ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 2 3 3 സാധനങ്ങളുണ്ട്. സിംഗുലർ ആണെങ്കിൽ നമ്മൾ 2 3 1 ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. ഇവിടെയൊക്കെ സിംഗുലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് യുവിന് ശേഷം എന്താണ്, 3 ഇല്ലാത്തത് കൊണ്ട് 3 ലാസ്റ്റ് സെന്റൻസിൽ വരുന്നുള്ളൂ, 1 ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. യു ആൻഡ് ഐ, യു ആൻഡ് മീ, ഏതാണ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി സംശയം. ഈ സെന്റൻസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എവ്രിതിങ് ആണ് അല്ലെ. എവ്രിതിങ് ഈസ് എ മിസ്റ്ററി. ദെൻ ബിറ്റ്വീൻ ഞാനും നീയും തമ്മിൽ, അതായത് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രപ്പോസിഷൻ ആണ്. മിസ്റ്ററിയെയും നമ്മളെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാക്കാണ് ബിറ്റ്വീൻ എന്നുള്ളത്. പ്രപ്പോസിഷന് ശേഷം നമ്മൾ സബ്ജക്റ്റ് പ്രോനൗൺ ആണോ ഒബ്ജക്റ്റ് പ്രോനൗൺ ആണോ യൂസ് ചെയ്യുക? നമ്മൾ പ്രപ്പോസിഷന്റെ ഒബ്ജക്റ്റുകൾ അല്ലെ, ഒബ്ജക്റ്റ് ഓഫ് ദ പ്രപ്പോസിഷൻ എന്നാ പറയാം. സോ ഒബ്ജക്റ്റ് പ്രോനൗൺ യൂസ് ചെയ്യണം. അതായത് യുവിന്റെ ഒബ്ജക്റ്റ് യു ആണ്, ഐന്റെ ഒബ്ജക്റ്റ് മീ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയണം, നമ്മുടെ ആൻസർ ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഈസ് എ മിസ്റ്ററി. അപ്പൊ നിങ്ങൾ ഓർഡർ ഓഫ് പ്രോനൗൺ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ സബ്ജക്റ്റ് പ്രോനൗൺ ആണോ ഒബ്ജക്റ്റ് പ്രോനൗൺ ആണോ വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. സബ്ജക്റ്റ് പ്രോനൗൺ ആകുമ്പോഴാണ് നമ്മൾ ഈ ഓർഡർ വരുന്നത്, ഐയും ആ സാധനങ്ങളൊക്കെ വരുന്നത്. മറ്റത് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതും കൃത്യമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാൻ ഡാഷ് വാട്ട് വെന്റ് റോങ്. സോ ഞാൻ എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് തെറ്റായി പോയത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് പലപ്പോഴും റിഗ്രറ്റ് വരാറില്ലേ, യെസ് അവളോട് പ്രണയം പറഞ്ഞു, എൻ്റെ ഭാഗത്ത് നിന്ന് എന്താ തെറ്റുണ്ടായത്. സോ എനിക്ക് മനസ്സിലാവുന്നില്ല, ഐ കാണ്ട് ഫിഗർ ഔട്ട്, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കതിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് തെറ്റായി പോയത് എന്നുള്ളത്. അതിനാണ് നമ്മൾ ഫിഗർ ഔട്ട് എന്ന് പറയുന്നത്. ദെൻ ഡ്രാഗ് ഔട്ട്. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിക്കുകയാണ്, ഔട്ട് പുറത്തേക്ക് വലിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം എടുക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു സ്പീച്ചിന് ഇത്ര സമയമുണ്ട്, പക്ഷെ നമ്മുടെ സ്പീക്കർ എന്താണ് ഒരുപാട് സമയം എന്താണ് അതിനെ വലിച്ചു നീട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, സ്പീച്ചിൽ അയാളെ പ്രസംഗം അയാളെ വലിച്ചു നീട്ടി ആകെ സമയം ബോറാക്കി എന്ന് പറയാറില്ലേ. സോ വലിച്ചു നീട്ടുന്നതിനെ നമ്മൾ ഡ്രാഗ് ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. ടേക്കിംഗ് ടു മച്ച് ടൈം ദാൻ നെസസറിനെയാണ് നമ്മൾ ഡ്രാഗ് ഔട്ട്. ദെൻ സ്റ്റാൻഡ് ഔട്ട്. സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. അതായത് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഓരോ ആളുകൾ നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരാൾ എന്താണ് ഈ ഇതിൻ്റെ അപ്പുറത്തേക്ക് പുറത്തേക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഒരാൾ മാത്രം ഇവിടേക്കാണ്. അപ്പോൾ ആരായിരിക്കും നിങ്ങൾ ആദ്യം നോട്ടീസ് ചെയ്യുക? ഈ വ്യക്തി ആയിരിക്കും അല്ലേ, പുറത്തേക്ക് നിൽക്കുന്ന ആളേക്കാരം. സോ ഈസിലി നോട്ടീസബിൾ ആവുക, സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക, പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുക. അതിനാണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഔട്ട്, പുറത്തേക്ക് അല്ലേ, വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താവുക, അതിനൊക്കെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയും. വിഡ്രോ എന്ന് കൊടുക്കാം നമുക്ക് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സോ ഡ്രാഗ് ഔട്ട്, വലിച്ചു നീട്ടുക, ഫിഗർ ഔട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബി നോട്ടീസബിൾ ആവുക, ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. ദേ പെർഫോം ദ ലാസ്റ്റ് ഡാഷ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ബിഫോർ ദ ബോഡി വാസ് ക്രിമേറ്റഡ്. സോ ഒരു ഫ്യൂണറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ എന്താണ് സെറിമണീസ് നടത്തണം അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിലീജിയസ് ആയതുകൊണ്ട്, പല ആളുകളും റിലീജിയസ് ആയതുകൊണ്ട് ഓരോ റിലീജിയൻ്റെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സെറിമണീസ് നമ്മൾ നടത്താറുണ്ട്. ആ സെറിമണീസിന് നമ്മൾ റൈറ്റ്സ് എന്നാ പറയട്ടോ. ഫ്യൂണറൽ റൈറ്റ്സ്, RITES ആണ്. RIGHT, റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അവകാശമാണ്. ഐ ഹാവ് ദ റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോപ്പി റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ RIGHT ആണ് വരുന്നത്. കോപ്പി റൈറ്റ്, കോപ്പി ചെയ്യാനുള്ള അവകാശം. എന്നാൽ ഇവിടെ ഒരു റൈറ്റ് ഉണ്ടല്ലോ. റൈറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഉണ്ടാക്കുക, ബിൽഡ് ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ മെയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. പ്ലേ റൈറ്റ്, അവിടെ നമ്മൾ RIGHT ആണ്, WRIGHT ആണ്. കാരണം നാടകം ഉണ്ടാക്കുന്ന ആളെയാണ് അല്ലേ, ഡ്രാമറ്റിസ്റ്റിനെയാണ് നമ്മൾ പ്ലേ റൈറ്റ് എന്ന് പറയുന്നത്. സോ ഹീസ് മേക്കിംഗ് എ പ്ലേ, ഹീസ് മേക്കിംഗ് എ ബിൽഡിംഗ് എ ഡ്രാമ, നോട്ട് അവകാശം, അവകാശമല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ മാറിപ്പോരുത്, ഇതും കൂടെ നിങ്ങൾക്ക് മാറിപ്പോരുത്. സോ പ്ലേ റൈറ്റ് ആണ്, കോപ്പി റൈറ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. സ്പെല്ലിങ്ങിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് വാക്കുകളാണ്, കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് ഈസ് ഇൻ ദ പാസീവ് വോയിസ്. പാസീവ് വോയിസിലുള്ള സെന്റൻസ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റിന് സബ്ജക്റ്റിന്റെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ, ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. He has reserved his seat on the bus. He has, അയാളാ ചെയ്തത്. ഹാസ് ബീൻ ആണെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കായിരുന്നു, നമുക്ക് വരുന്നില്ല. They had finished, അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. യെസ്, അത് കൊടുക്കാൻ പറ്റില്ല. I shall inform them, ഞാനാണ് അവിടെ ചെയ്യുന്നത്. Let him be invited, അവനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാന്നല്ലേ പറയുന്നത്. സോ നമ്മൾ അതിന്റെ പാസീവ് ആക്റ്റീവ് വോയിസ് ആകുമ്പോൾ എന്താണ്, ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. അതായത് ഒരു പോസിറ്റീവ് ഇംപാരറ്റീവ് സെന്റൻസ് ആണ് ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. അതിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റിയതാണ്. ലെറ്റ് കൊടുക്കുന്നു, വെർബ് കൊടുക്കുന്നു അല്ലേ, ലെറ്റ് കൊടുക്കുന്നു, ഒബ്ജക്റ്റ് കൊടുക്കുന്നു, ദെൻ എന്താണ് ബി കൊടുക്കുന്നു, ദെൻ വെർബിന്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യുന്നു. ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി എന്നുള്ളതിന്റെ നമ്മുടെ ആക്റ്റീവ് വോയിസ് ആണ്, സോറി പാസീവ് വോയിസ് ആണ്. ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്നുള്ളത്. യെസ്, അടുത്ത നോക്കും നിങ്ങൾ. ഹി ചോസ് എ ബുക്ക്. ഹി ചോസ് എ ബുക്ക്, അതിൻ്റെ ടാഗ് എന്ത് വരും എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ നിങ്ങൾ. ചൂസ് എന്ന് പറഞ്ഞാൽ ചൂസിൻ്റെ രണ്ടാമത്തെ ഫോമാണ് ചോസ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് കൊടുക്കണം, ഡിഡ് കൊടുക്കണം. ഇത് പോസിറ്റീവ് ആണ് സെൻറ്റൻസ്. യെസ്, ദിസ് ഇസ് എ പോസിറ്റീവ് സെൻറ്റൻസ്. സോ നെഗറ്റീവ് ടാഗ് വരും. നെഗറ്റീവ് ടാഗ് വരുമ്പോൾ ഡിഡിൻ്റെ നെഗറ്റീവ് ആണ്, ഹി ഉണ്ട്. അപ്പം നമുക്ക് എന്താണ് ഡിഡ് ഇൻ ഹി എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് നമുക്ക് വരും. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദ വേ. വുഡ് യു മൈൻഡ് നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള സാധനമാണ്. വുഡ് യു മൈൻഡ് വരുമ്പോൾ ING കൊടുക്കണം. മൂവിങ്. വുഡ് യു മൈൻഡ് മൂവിങ് യുവർ കാർ ഫ്രം ദ വേ. ദെൻ ഇഫ് ഉണ്ടെങ്കിൽ, വുഡ് യു മൈൻഡ് ഇഫ് ഉണ്ടെങ്കിൽ, ഇഫ് ഐ. വുഡ് യു മൈൻഡ് ആണെങ്കിൽ നമ്മൾ വെർബിന്റെ രണ്ടാമത്തെ ഫോം ആ കൊടുക്കുക. ഡു യു മൈൻഡ് ആണെങ്കിൽ അതിന്റെ കൂടെ ഇഫ് ഉണ്ടെങ്കിൽ V1 ആണ് കൊടുക്കുക. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ ഓഫ് ദ TV. വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേൺഡ് ഓഫ് ദ TV. ഞാൻ TV ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ നീ മൈൻഡ് ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഒരു സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് ആണത്. ഒരു കണ്ടീഷൻ പറയുന്നു, ഇത്രയേ ഉള്ളൂ കേട്ടോ. യെസ്,
അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. എയ്തർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ ഡാഷ് റെസ്പോൺസിബിൾ. എയ്തർ ഓർ നെയ്തർ ഓർ ഒക്കെ വരികയാണെങ്കിൽ എന്താണ്? ഓറിന് ശേഷമുള്ള നോറിന് ശേഷമുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ വേർബ് നോക്കുക അല്ലെ. ഡയറക്ടർ സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ നമ്മൾ സിംഗുലർ വേർബ് കൊടുക്കണം. അതെന്താണ് സിംഗുലർ വേർബ് വരുന്നത്? വാസ് ആണ്. അപ്പൊ സോ നമ്മുടെ ആൻസർ വരുന്നത് എയ്തർ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ വാസ് റെസ്പോൺസിബിൾ എന്നുള്ളതായി. അടുത്ത നോക്കൂ നിങ്ങൾ. മിസ്റ്റർ ബീൻ സോ എ ഡാഷ് ഓഫ് കീസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. സോ കീസിന്റെ ഒരു കളക്റ്റീവ് നൗൺ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. കീസ്, ഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബഞ്ച് ഓഫ് കീസ്, ബഞ്ച് ഓഫ് ലെറ്റേഴ്സ്, ബഞ്ച് ഓഫ് ബനാനാസ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഫ്ലോക്ക് നമ്മൾ സാധാരണ ബേർഡ്സിന്, ലാമ്പിനൊക്കെയാണ് ഫ്ലോക്ക് യൂസ് ചെയ്യുക. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കളക്റ്റീവ് നൗണും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിപ്പോടെ. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻ ഡാഷ് യു കാൺ കംപ്ലീറ്റ് യുവർ പ്രൊജക്ട്. നീ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിനക്ക് എന്താണ് നിന്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ കൊണ്ടുവരണം. കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതാ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്? നിനക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് പറയാൻ നമ്മൾ അതർവൈസ് എന്നുള്ള സാധനമാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നീ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിനക്ക് പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നാൽ വേറാസ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? വേറാസ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു സാധനം ഉണ്ട് എന്നാൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഒരു പറഞ്ഞ സാധനത്തിന്റെ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങളുടെ ഡിഫറൻസ് പറയാൻ, ഒരു കോൺട്രാസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറാസ് യൂസ് ചെയ്യുന്നത്. ഹവർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ആ സ്റ്റേറ്റ്മെന്റിന് വിപരീതമായിട്ടൊരു സാധനം നമ്മൾ പറയാൻ പോവാണ്. മോർ ഓവർ ഒരു സാധനം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിന് കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മോർ ഓവർ യൂസ് ചെയ്യാം. നോക്കൂ നിങ്ങൾ. ഷീ എൻജോയ്സ് റീഡിങ് സയൻസ് ഫിക്ഷൻ. അവള് സയൻസ് ഫിക്ഷൻ ആണ്. എന്നാൽ അവളുടെ ബ്രദർ എന്താണ്? ഫാന്റസി നോവൽസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. അവനും അവളുടെ ബ്രദറും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറാസ് യൂസ് ചെയ്ത്. അതർവൈസ് നമ്മൾ പറഞ്ഞു അല്ലേ? ഒന്നുകൂടെ നോക്കും നിങ്ങൾ. യു നീഡ് ടു ഫിനിഷ് യുവർ ഹോംവർക്ക്, അതർവൈസ് യു വോണ്ട് ബി ഏബിൾ ടു ഗോ ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പൊ അമ്മ പറയാണ് ഫിനിഷ് ചെയ്യണം, ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്നെ വിടൂല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകാൻ പറ്റില്ല. അതർവൈസ് അല്ലെങ്കിൽ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസിക്വൻസ് ഉണ്ടാകും എന്ന് പറയാണ്. ദെൻ അടുത്ത നോക്കും നിങ്ങൾ. ഹവർ ദ പ്രൊജക്ട് വാസ് ചാലഞ്ചിങ് ആയിരുന്നു. ഹവർ എന്നിരുന്നാലും ഇറ്റ് വാസ് കംപ്ലീറ്റഡ്. കൃത്യമായിട്ട് സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ അടുത്ത നോക്കും നിങ്ങൾ. പ്രപ്പോസൽ വാസ് നോട്ട് ഓൺലി കോസ്റ്റ് എഫക്റ്റീവ് ഓൾസോ ഹൈലി എഫിഷ്യന്റ്. ആ പ്രപ്പോസൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഹൈലി എഫിഷ്യന്റ് ആണ്. ദെൻ അടുത്ത പറയാ കൂടാതെ ബിസൈഡ്സ് ഇറ്റ് റിസീവ്ഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതിന് കൂടാതെ എന്താണ്? പോസിറ്റീവ് ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്തുനിന്ന്. ഇപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ പറയാണ് എന്തിന്? ആ പ്രപ്പോസലിനെ കുറിച്ചിട്ടുള്ള. അതുകൊണ്ടാണ് നമ്മൾ മോർ ഓവർ, ബിസൈഡ്സ് എന്നൊക്കെ നമുക്ക് പറയട്ടോ. അടുത്ത അവസാനത്തെ ചോദ്യമാണ്. നോക്കൂ നിങ്ങൾ. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വർ കമ്മിങ്. ഒരു കണ്ടീഷനാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവും ഹാഡ് നോൺ ആണ്. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? തേർഡ് കണ്ടീഷൻ സെന്റൻസ് ആണ് എന്നറിയാം. തേർഡ് കണ്ടീഷനിൽ നമ്മൾ വുഡ്, കുഡ്, മൈറ്റ്, ഹാവ്, അതിനുശേഷം നമ്മൾ വേർബിന്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷസ്. നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, നീ വരുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഫേവറേറ്റ് ഫുഡ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. തേർഡ് കണ്ടീഷൻ സെന്റൻസ് അങ്ങനെയാണ്. സോ നമുക്ക് ഇനിയും എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും കാണാം. നമുക്ക് വീണ്ടും എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. സോ താങ്ക് യു ഓൾ.